റബ്ബർ വിലയിടിവിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കേരള കോൺഗ്രസ്. റബ്ബർ വിലയിടിവിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് എം ഹർത്താലിന് ആഹ്വാനം ചെയ്തു. റബ്ബർ വിലയിടിവ് പരിഹരിക്കുന്നവരെ ശക്തമായ സമരം തുടരുമെന്ന് പാർട്ടി ചെയർമാൻ കെ എം മാണി പറഞ്ഞു. റബ്ബർ വിലയിടിവ് തടയാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ജോസ് കെ മാണി എം പി അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിരുന്നു. സമരം 6ാം ദിവസത്തിലേക്ക് കടന്നതോടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ജോസ് കെ മാണിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തുടർന്ന് നേതാക്കൾ യോഗം ചേർന്നാണ് സമരം ശക്തമാക്കാൻ തീരുമാനിച്ചത്. ജോസ് കെ മാണിയുടെ സമരം പാർട്ടി ഏറ്റെടുക്കുകയാണെന്ന് കെ എം മാണി പറഞ്ഞു. റബ്ബർ വിലയിടിവ് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് നാളെ കോട്ടയത്ത് ഹർത്താലിന് കേരള കോൺഗ്രസ് ആഹ്വാനം ചെയ്തു. ഈ മാസം 29-ന് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനും പാർട്ടി തീരുമാനിച്ചു. കേരള കോൺഗ്രസ് സമരം ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് തിങ്കളാഴ്ച കോട്ടയം ജില്ലയിൽ ഹർത്താലും 29-ാം തീയതി 14 ജില്ലകളിലും ഒരു ദിവസം ധർണയും ഉപവാസവും ഇരിക്കുന്നതാണ്. റബ്ബർ ഇറക്കുമതി പൂർണ്ണമായും തടയുക, റബ്ബർ വില കിലോയ്ക്ക് 200 രൂപ ഉറപ്പുവരുത്തുക, വിലസ്ഥിരതാ ഫണ്ടിൽ നിന്നും 500 കോടി രൂപ കേന്ദ്രം സംസ്ഥാനത്തിന് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജോസ് കെ മാണിയുടെ നിരാഹാരം. റബ്ബർ ഇറക്കുമതി മാർച്ച് 31 വരെ നിരോധിച്ചുകൊണ്ട് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം ഉത്തരവിറക്കിയെങ്കിലും അംഗീകരിക്കാൻ പാർട്ടി തയ്യാറായില്ല. റബ്ബർ വിലയിടിവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇടതുമുന്നണി അടുത്ത മാസം 3-ന് ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടർ, കോട്ടയം.